of a variable. So a namespace is basically a collection of names. Names എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിന് ഒരു മെമ്മറി നമ്മൾ അലക്കേറ്റ് ചെയ്യുമ്പോൾ we have to give it a name. ഏതൊരു ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഏതൊരു വേരിയബിൾ ക്ലാസ് ഫംഗ്ഷൻ whatever it is ഒരു ഒബ്ജക്റ്റ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാനും പ്രോഗ്രാമിൽ അതിനെ ഉപയോഗിക്കാനും വേണ്ടി we have to give it a name. Identifier namesന്റെ കൺവെൻഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. We can give any kind of name to the object. Okay. അങ്ങനെയുള്ള നെയിംസിന്റെ ഒരു കളക്ഷൻ ആണ് ഒരു നെയിം സ്പേസ് എന്ന് പറയുന്നത്. നമ്മുടെ പൈത്തണിൽ when you allocate memory for a variable or a function or any kind of object ആ ഒബ്ജക്റ്റിന്റെയും അതിന്റെ കറസ്പോണ്ടിങ് നെയിമിന്റെയും we store a mapping in the memory. So ഒരു നെയിം സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് is as a list of names and corresponding objects. So for example, suppose you create a variable called x is equal to 10. അപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ വാല്യൂ is 10 and the name is x. നമ്മൾ ഇതിനെ നെയിം സ്പേസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ we store it as a name and object mapping. അപ്പോൾ ഈ ഒരു കേസിൽ we'll store x as the name, 10 as the object and map x to 10. So ഇനി നമ്മുടെ പ്രോഗ്രാമിൽ when you say print x or you want to access the value of x അതിന്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ആയിരിക്കും അവർ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. And suppose we have another variable called a is equal to 2. Similar ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ എയും സ്റ്റോർ ചെയ്യുക. The name will be a, value will be 2 and it will be mapped to each other. Now let's assume that നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാണ് as x is equal to x plus 1. But now what happens is we create a new object whose value is x plus 1, that is 11. എന്നിട്ട് we have to change the mapping of x from 10 to 11. അതായത് ഇനി മുതൽ xന്റെ വാല്യൂ should be mapped to 11 and not 10. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സോ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ 10 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഇപ്പോൾ ഒരു മാപ്പിംഗ് ഉണ്ടാവില്ല or it is assumed to be an orphan value. അങ്ങനെയുള്ള വാല്യൂസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് പൈത്തണിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനെ വാല്യൂസ് ഇല്ലാത്ത നെയിംസ് ഓർ നെയിംസ് ഇല്ലാത്ത ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യുന്നത് പൈത്തണിന്റെ ജോലിയാണ്. So this will basically be a namespace, that is a name to object mapping. ഒരു namespace തന്നെ we have different levels of access. അതായത് നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ we have a list of built-in names. അതായത് നമ്മളുടെ എല്ലാ പ്രോഗ്രാംസിലും ആവശ്യമായിട്ടുള്ള pre-defined names ആ namespaceൽ ഓൾറെഡി തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. So when the Python interpreter starts, we have a namespace with all the built-in names. That can be considered as a built-in namespace. അതിൻ്റെ അകത്ത് തന്നെ when you create a module for your program, ഓരോ മോഡ്യൂളിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്ലോബൽ നെയിം സ്പേസ് ഉണ്ടായിരിക്കും. ആ മോഡ്യൂൾ റൺ ചെയ്യുന്നിടത്തോളം കാലം the global namespace will be valid. ഒരു മോഡ്യൂളിന്റെ ഗ്ലോബൽ സ്പേസ് മറ്റൊരു മോഡ്യൂളിന്റെ ഗ്ലോബൽ നെയിം സ്പേസ് ആയിട്ട് കോൺഫ്ലിക്റ്റ് വരാതെ പൈത്തൺ ശ്രദ്ധിക്കും. So that ഒരു മോഡ്യൂളിന്റെ അകത്ത് നമ്മളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ if another module has the same name, there should not be any conflict. For example, നമ്മളുടെ BWOPൽ തന്നെ suppose you have 2 semesters or 2 batches. രണ്ട് ബാച്ചിലും ഒരേ പേരുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി we have to consider the namespace. For example, S3 we have a student called Anita and S4 we have a student called Anita. അപ്പം അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് we have to use the namespace as well. രണ്ട് namespacesഉം സെപ്പറേറ്റ് ആയതുകൊണ്ട് there is no conflict or collision happening in this case. So the S3 or S4 will be the namespace and the name of the object will be Anita. And since they are separate, there will be no confusion. നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യണമെങ്കിൽ we can call it as s3.anita or s4.anita. So ഓരോ ഒബ്ജക്റ്റിനെയും അല്ലെങ്കിൽ ഓരോ പേരിനെയും ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു നെയിംസ്പേസിന്റെ ഹയറാർക്കി നോക്കുമ്പോൾ we have different types of namespaces. As we mentioned before, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇന്റർപ്രറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ we have a built-in namespace with all the built-in functions and variable names. For example, നമ്മളൊരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പ്രിന്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ built-in ആയതുകൊണ്ട് they will fall under the built-in namespace. ഇന്റർപ്രറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ആ വാല്യൂസും നെയിംസും അവൈലബിൾ ആയിരിക്കും. Within that, you have a global namespace. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മോഡ്യൂൾസിന്റെ അകത്തുള്ള പേരുകൾ. ഒരു മോഡ്യൂളിന്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള പേരുകളെല്ലാം ഒരു ഗ്ലോബൽ നെയിം സ്പേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. Suppose you have a program with multiple modules,
ഓരോ മോഡ്യൂളിൻ്റെയും ഗ്ലോബൽ നെയിം സ്പേസസ് സെപ്പറേറ്റ് ആയിരിക്കും. ആ മോഡ്യൂള് വാലിഡ് ആയിട്ടുള്ള കാലത്തേക്ക് മാത്രമായിരിക്കും ഈ ഗ്ലോബൽ നെയിം സ്പേസും അവൈലബിൾ ആവുക. When the module ends, your global namespace will also be removed. The third kind is the local namespace. അതായത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന നെയിംസ്പേസ് ഇസ് യുവർ ലോക്കൽ നെയിംസ്പേസ്. ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തൊട്ട് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ തൊട്ട് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കുന്നവരെ മാത്രമായിരിക്കും നമ്മുടെ ലോക്കൽ നെയിംസ്പേസ് വാലിഡ് ആയിരിക്കുക. So once the function execution completes, the local namespace will be removed. Based on your namespace, we can also have scope of the program or scope of a variable. Even if we have different namespaces, ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു നെയിം സ്പേസിനെ നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ പാർട്ടിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഫംഗ്ഷൻ്റെ അകത്തുള്ള ലോക്കൽ നെയിം സ്പേസിനെ ആ ഫംഗ്ഷൻ്റെ പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു മെക്കാനിസം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് സംതിങ് കോൾഡ് ദ സ്കോപ്പ്. അപ്പോൾ സ്കോപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. A scope is basically the part of the program where a namespace can be accessed. So scopes നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ the first is the local scope. അതായത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം വാലിഡ് ആയിട്ടുള്ള വേരിയബിൾസ് are called local variables. So the scope of a current function is local. ഒരു മോഡ്യൂളിൻ്റെ സ്കോപ്പ് is global because ആ മോഡ്യൂളിൻ്റെ അകത്തുള്ള വാല്യൂസ് ആ പ്രോഗ്രാമിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. And the third scope is the outermost scope for built-in names. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ print or input has a built-in scope. ഏത് പ്രോഗ്രാമിൻ്റെ അകത്തും നമുക്ക് ആ ഒരു നെയിംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. So when you make a reference inside a function, ഒരു വേരിയബിളിനെ ഞാൻ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരാദ്യം അതിൻ്റെ ലോക്കൽ നെയിം സ്പേസ് സെർച്ച് ചെയ്യും. ആ വേരിയബിൾ നെയിം ലോക്കൽ നെയിം സ്പേസിൽ ഉണ്ടെങ്കിൽ വിൽ പ്രിന്റ് ഇറ്റ് ഫ്രം ദെയർ. ലോക്കൽ നെയിം സ്പേസിൽ ഇല്ലെങ്കിൽ വിൽ സെർച്ച് ദ ഗ്ലോബൽ നെയിം സ്പേസ്. അവിടെയും ഇല്ലെങ്കിൽ വിൽ ഗോ ടു ദ ബിൽറ്റ് ഇൻ നെയിം സ്പേസ്. ഈ ഒരു നെയിം സ്പേസിലും ഈ നെയിം അവൈലബിൾ അല്ലെങ്കിൽ വി റേസ് എൻ എറർ സെയിങ് ദാറ്റ് ദിസ് വേരിയബിൾ ഇസ് നോട്ട് ഡിഫൈൻഡ്. സോ ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് ദ ഫസ്റ്റ് വേരിയബിൾ എ ഇസ് ഈക്വൽ ടു 10. അപ്പോൾ എ എന്ന് പറയുന്നത് ഇസ് എ ഗ്ലോബൽ നെയിം സ്പേസ് because it is declared inside the module but outside all functions. അപ്പോൾ എന്റെ സ്കോപ്പ് ഗ്ലോബൽ ആയിരിക്കും. അതിനിടയിൽ we have the print statement. Now print എന്ന് പറയുന്ന function is a built-in function which is why it will belong in the built-in namespace. outer function എന്ന് പറയുന്ന ഒരു function നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. Since the outer function is declared inside the module, ആ ഫംഗ്ഷനും ഗ്ലോബൽ നെയിംസ്പേസിൽ തന്നെയായിരിക്കും വീഴുക. Inside the outer function, we are declaring a variable called b. So b will belong to the local namespace of outer function. അതായത് outer functionന്റെ പുറത്ത് ഞാൻ b ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ it will raise an error because b will be out of its scope. Outer functionന്റെ അകത്ത് we have another method called the inner function. So inner functionന്റെ സ്കോപ്പും ലോക്കൽ ആയിരിക്കും. It cannot be accessed outside outer function. And then we have a third variable called variable c. Variable c ന്റെ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ it will be inside the inner function. Inner function എന്ന് പറയുന്ന മെത്തേഡിന്റെ അകത്ത് മാത്രമായിരിക്കും variable c accessible ആയിരിക്കുക. So variable c will belong to the nested local namespace of inner function. അതായത് outer function എന്ന് പറയുന്ന local namespaceന്റെ അകത്ത് we have a nested namespace for inner function. അതിന്റെ അകത്ത് മാത്രമായിരിക്കും c available ആയിരിക്കുക. Let us look at this example. നമ്മൾ രണ്ട് മോഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വി ആർ ഇമ്പോർട്ടിംഗ് കാൽക്കുലേറ്റർ ആൻഡ് മാത്ത്. രണ്ട് മോഡ്യൂൾസിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഗ്ലോബൽ നെയിം സ്പേസസ് അവൈലബിൾ ആയിരിക്കും. കാൽക്കുലേറ്ററിന് ഒരു നെയിം സ്പേസ് ഉണ്ടായിരിക്കും ആൻഡ് മാത്തിന് വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ഗ്ലോബൽ നെയിം സ്പേസ്. ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ഐ എം പ്രിന്റിംഗ് മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് ആൻഡ് കാൽക്കുലേറ്റർ ഡോട്ട് സ്ക്വയർ റൂട്ട്. സോ രണ്ട് മോഡ്യൂൾസിൻ്റെ അകത്തും വി ഹാവ് മെത്തേഡ്സ് വിത്ത് ദ സെയിം നെയിം. sqrt എന്ന് പറയുന്ന നെയിം വെച്ചിട്ട് we have two different functions but they belong to two different global namespaces. അതുകൊണ്ട് തന്നെ അവർ കൊളിഷൻ വരുന്നില്ല. നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി we have to give the namespace as well. So we give math.square root and calculator.square root. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് മോഡ്യൂളിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. So if you look at this example, math.square root is a built-in function. അല്ലെങ്കിൽ മാത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. അതിനകത്തുള്ള സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ഫ്ലോട്ടിംഗ് വാല്യൂ ഓഫ് എനി സ്ക്വയർ റൂട്ട്.
ഈ ഒരു എക്സാമ്പിൾ ഞാൻ 121 പാസ് ചെയ്യുകയാണെങ്കിൽ 121ന്റെ സ്ക്വയർ റൂട്ട് 11 ആയിരിക്കും. അതിന്റെ ഫ്ലോട്ടിംഗ് ഫോം ആയിരിക്കും മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്യും. കാൽക്കുലേറ്റർ ഡോട്ട് സ്ക്വയർ റൂട്ട് ഇസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ അകത്ത് ഐ ഹാവ് എ ഫംഗ്ഷൻ കോൾഡ് സ്ക്വയർ റൂട്ട് വിച്ച് ഗിവ്സ് ദി ഇൻറ്റിജർ പോർഷൻ അല്ലെങ്കിൽ ഇൻറ്റിജർ ഫോർമാറ്റ് ഓഫ് ദ സ്ക്വയർ റൂട്ട്. സോ കാൽക്കുലേറ്റർ ഡോട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഓൺലി ദി ഇൻറ്റിജർ പോർഷൻ ഓഫ് ദ സ്ക്വയർ റൂട്ട്. സോ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഫ്രം ദ മാത്ത് മൊഡ്യൂൾ വിൽ ഗിവ് യു 11.0 which is the floating form of the square root, and square root from the calculator module will print just 11 which is the integer format of the square root. From namespace ഉപയോഗിച്ച് we can differentiate between both these functions which have the same name. Thank you for listening.